അനാഥമായതും കത്തിക്കരിഞ്ഞതും അഴുകിയതുമൊക്കെയായ മൃതദേഹങ്ങൾ. ആരും ചെയ്യാൻ മടിക്കുന്ന തൊഴിൽ. സോമൻ ചേട്ടന് പക്ഷേ ആ മടിയില്ല. കഴിഞ്ഞ 32 വർഷമായി സോമൻ ചേട്ടന്റെ സേവനം പോലീസ് വകുപ്പിനടക്കം ലഭിക്കുന്നുണ്ട്. സോമനെ വിളിച്ചാൽ എല്ലാ കാര്യം ഭംഗിയായിട്ട് ചെയ്യും. കാരണം ഇതിനകത്ത് തൂമ്പായ്ക്ക് മാന്താൻ പറ്റുന്നില്ല. കരിങ്കല്ല്, കുപ്പിച്ചില്ല്, ഉമ്മായ, ഈ ഇത്രയായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് വെട്ടി ഈ ബോഡിയെ കൊണ്ടുപോയെങ്കിൽ നമ്മുടെ അടുത്ത ഒരു പരിശോധന സമയത്ത് അതിനകത്ത് വ്യത്യാസം വരും. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യത്തിന് എന്നെ വിളിക്കുന്നത്. കൂലിപ്പണിക്കും തെങ്ങുകയറ്റത്തിനും പോകാറുള്ള സോമൻ ചേട്ടന്റെ വീട് 2018 വെള്ളപ്പൊക്കത്തിൽ തകർന്ന അവസ്ഥയിലാണ്. ഇതിനിടെയാണ് മാതൃഭൂമി ന്യൂസ് നടത്തിയ പരമ്പര ദ ഗ്രേറ്റ് ഇന്ത്യൻ ജോബിൽ സോമൻ ചേട്ടന്റെ കഥ വാർത്തയായത്. വാർത്ത കണ്ട ബഹ്റൈൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് സോമൻ ചേട്ടന് സഹായവുമായി എത്തി. ഒരു ലാഭേച്ഛയും കൂടാതെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി മാത്രം നാടിനും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ്, ഗവൺമെൻറ്റിനെ കൂടി ഉപകാരപ്രദമാകുന്ന പ്രവർത്തനമാണ് സോമൻ ചേട്ടൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംരംഭം കണ്ടെത്തിയ മാതൃഭൂമി ചാനലിനെ ഞങ്ങൾ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. മനുഷ്യത്വം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അദ്ദേഹം ശരിക്കും ഇവിടെ നടപ്പിലാക്കിയിരിക്കുകയാണ്. ജാതിക്കും മതത്തിനും അതീതമായി ഒരു യഥാർത്ഥ ആളിനെയാണ് അദ്ദേഹം സഹായിച്ചിരിക്കുന്നത്. എനിക്ക് ഈ പെരടാമത്തിലാണ് എൻ്റെ മെയിൻ വിഷയം. ആരേലും ഒന്ന് തുടങ്ങി വെച്ചെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യത്തിന് മുന്നോട്ട് പോകുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. ഇതിപ്പോൾ ഒരു തുടക്കമാണ്. അത് ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കുടുംബത്തിന്റെയും സോമൻ ചേട്ടനെയും സ്വപ്നമായ അടച്ചുറപ്പുള്ള വെള്ളം കയറാത്ത വീട് എന്ന സ്വപ്നം അങ്ങനെ യാഥാർത്ഥ്യമാവുകയാണ് ഇവിടെ. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.